ചർച്ചയ്ക്ക് തയ്യാറാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം, വെള്ളം കിട്ടാതെ ചാവും ഞങ്ങൾ, കാല് പിടിക്കുകയാണ് പാകിസ്ഥാൻ. സത്യത്തിൽ പാകിസ്ഥാന്റെ അവസ്ഥ കണ്ട് ഇന്ത്യ മാത്രമല്ല ലോക രാജ്യങ്ങൾ വരെ ചിരിക്കുകയാണ്. വടി കൊടുത്ത് അടി വാങ്ങിച്ച പാകിസ്ഥാന്റെ അവസ്ഥയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. എന്താണ് പാകിസ്ഥാൻ എല്ലാ അഹങ്കാരവും അവസാനിപ്പിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ കാല് പിടിക്കാൻ രംഗത്തെത്തിയിരിക്കുകയാണോ? അതായത് ഒരു സാമാന്യ യുക്തിയിൽ രണ്ടു പേര് തമ്മിലൊരു വഴക്കുണ്ടായെന്ന് വെക്കുക. വലിയ തീവ്രമായ വഴക്കുണ്ടായാൽ സ്വാഭാവികമായി ആ ദേഷ്യത്തിൻ്റെ പുറത്ത് പരസ്പരം മിണ്ടാതെയെങ്കിലും ഇരിക്കും, അല്ലേ? ഇത് തല്ലുകൊണ്ടയാൾ അവസാനം തല്ല് കൊടുത്തയാളുടെ കരഞ്ഞ് കാല് പിടിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഒന്നും രണ്ടുമല്ല, 4 കത്താണ് പാകിസ്ഥാൻ്റെ ജലവിഭവ വകുപ്പ് സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യയുടെ ജലശക്തി മിനിസ്ട്രിക്ക് അയച്ചത്. 4 കത്ത്, ഒന്നിനു പുറകെ 4. ഒരെണ്ണം അയച്ചു, മറുപടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ നേരത്തെ അയച്ച കത്തിന് മറുപടി കിട്ടിയില്ലല്ലോ, അപ്പോൾ ഒന്നുകൂടി. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കത്ത് എല്ലാം കൂടി 4ഉം കൂടി പെറുക്കി കെട്ടി ഈ ജലശക്തി മിനിസ്ട്രി, അതായത് നമ്മുടെ ജലവിഭവ വകുപ്പ്, നേരെ ഫോറിൻ മിനിസ്ട്രിക്ക് കൈമാറിയിട്ടുണ്ട്, വിദേശകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഈ വിദേശകാര്യ വകുപ്പ് നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ട്രേഡ് ആൻഡ് ടെററിസം, ബ്ലഡ് ആൻഡ് വാട്ടർ. ട്രേഡും ടെററിസവും ഒരുമിച്ച് പോകില്ല, അതായത് വ്യാപാരവും തീവ്രവാദവും ഒരുമിച്ച് പോകില്ല. ബ്ലഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ രക്തവും വെള്ളവും, അത് ഒരുമിച്ച് ഒഴുകത്തുമില്ല. ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ആ ഫയൽ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അവരടുത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ കാര്യം വളരെ കഷ്ടമാണ്. കാര്യം അവർ ഈ പറയുന്ന വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ, നമ്മൾ ഈ സിന്ധു നദീജല കരാർ എന്നാണല്ലോ പറയുന്നത്. അപ്പം നമ്മൾ കരുതും ഈ സിന്ധു നദിയിലെ മാത്രം വെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന്. ഒരിക്കലുമല്ല. അവിടെ 6 നദികളുടെ വെള്ളം ചേർന്നാണ് ഈ സിന്ധു നദീജല കരാർ വന്നേക്കുന്നത്. അത് ഒന്ന് സിന്ധു നദി, ഒന്ന് ഝലം, ഒന്ന് ചനാബ്, രവി, ബയാസ്, സത്ലജ്. ഈ ഇത്രയും നദികളിലെ വെള്ളം നേരെ പാകിസ്ഥാനിലോട്ടാണ് പോകുന്നത്. ഈ പാകിസ്ഥാനിൽ ആവശ്യമുള്ള വെള്ളത്തിൻ്റെ 4ൽ 3 ഇങ്ങനെ ഒഴുകി ചെല്ലുന്നതാണ്. അതുമാത്രമല്ല, ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം അവിടെ 90% കൃഷിയും നടത്താൻ. അതുമാത്രമല്ല, ഈ നദീതടങ്ങളെ ആശ്രയിച്ചാണ് അവിടെ ഈ പ്രദേശത്തുള്ള ഒരു 80-85% ആളുകൾ ജീവിതോപാധി കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ ഈ വെള്ളം കിട്ടാത്തതുകൊണ്ട് അവിടെ കൃഷി താറുമാറായി, അവിടെ ജനങ്ങൾ തെരുവിലാണ്. അവിടുത്തെ ഒരു സെനറ്റർ, അതായത് പാർലമെൻറ്റ് അംഗം, അവിടെ പാർലമെൻറ്റിൽ നടത്തിയൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് ചാവും. സ്വാഭാവികമാണ്, ഈ വെള്ളം കിട്ടാണ്ടാവുമ്പോൾ കൃഷി നടക്കില്ല. പല ഡാമുകളും ഈ നദികളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ ഡാമുകൾ ഉപയോഗിച്ച് അവർക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം, കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കണം. ഇതൊന്നും ഇപ്പോൾ എല്ലാം പ്രതിസന്ധിയിലായിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയാൽ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. ഇത് ഒരു ജലബോംബാണ്, നമ്മുടെ രാജ്യത്തിന് മേൽ തൂങ്ങിയാടുന്നൊരു ജലബോംബാണ്. അത് എത്രയും പെട്ടെന്ന് നിർവീര്യമാക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകുമെന്ന് അവിടുത്തെ ഒരു സെനറ്റർ, അവിടുത്തെ ഒരു പാർലമെൻറ്റ് അംഗം പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തിയതാണ്, സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ, ജനങ്ങൾ പൊറുതിമുട്ടുന്നു, ജനങ്ങളുടെ അസ്വസ്ഥത ഉണ്ടാകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൂടാതെ കുറച്ചുനാൾ മുമ്പ് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ വീട് ജനങ്ങൾ ഒന്നായി ചേർന്ന് ഈ വെള്ളത്തിന്റെ പേരിൽ കത്തിച്ചിരുന്നു. അതെ, അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ട്. ഇതുകൂടാതെ അവിടുത്തെ ഒരു പ്രത്യക്ഷത്തിലുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ജനങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ട്, അതായത് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വേറെ, രാഷ്ട്രീയ സമ്മർദ്ദം വേറെ, പിന്നെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നൊരവസ്ഥ. അപ്പോൾ എങ്ങനെയും ഇന്ത്യയെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ലൈൻ. അപ്പോൾ ഈ പറയുന്ന വെള്ളം നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വെച്ചിരുന്നു. നമ്മൾ 3 തീവ്രവാദികളെ ഇങ്ങ് തന്നേക്കണമെന്ന് പറഞ്ഞിരുന്നു. കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പാകിസ്ഥാനോട് ഇന്ത്യ പറഞ്ഞത്, പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ വിശ്വസനീയമായ ഉറപ്പുള്ള നടപടി എടുത്തെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകണം. എങ്കിൽ മാത്രമേ ഈ സിന്ധു നദീജല കരാർ പൂർവ്വസ്ഥിതിയിലാകുള്ളൂ, അല്ലെങ്കിൽ അതുവരെ ഇത് ഫ്രീസറിൽ ഇരിക്കത്തേ ഉള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് പറയാതെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് തരുവാടാ ഇങ്ങനെ ചോദിക്കുമല്ലോ, അതേപോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു സാർവലൗകികമായി അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിന് ലോകബാങ്ക് സഹായവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇത് അവതരിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കി പാകിസ്ഥാൻ പരമാവധി സിമ്പതി ഉണ്ടാക്കാനൊക്കെ നോക്കിയിരുന്നു. UN ഇതേപോലെ പാകിസ്ഥാൻ്റെ പ്രതിനിധി
ചെന്ന് പറഞ്ഞു ഇന്ത്യ ഇതൊരു പിന്നെ യുദ്ധോപാധിയായിട്ട് വെള്ളത്തെ ഉപയോഗിക്കുന്നു, അതൊരു ജീവിതോപാധിയാണ്, അതൊരു യുദ്ധോപാധിയായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇന്ത്യയുടെ അംബാസഡർ അവിടെ വെച്ച് തന്നെ മറുപടി കൊടുത്തു. അതായത് നമ്മൾ ഈ സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയത് പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പക്ഷെ പാകിസ്ഥാൻ കാലാകാലങ്ങളായി അത് ലംഘിക്കുന്നു, ഇന്ത്യക്ക് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതുകൂടാതെ ഈ നദീജല തടങ്ങളിലുള്ള ഡാമുകൾക്കെതിരെ പോലും ഭീകരാക്രമണം നടന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യ കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്, അതായത് ഇതിന് കാലാനുസൃതമായ പരിഷ്കരണം വേണം. ഒരു 2 വർഷമായി തുടർച്ചയായി ഇക്കാര്യം പാകിസ്ഥാനെ അറിയിക്കുന്നുണ്ട്. അതായത് ഈ നദീതടങ്ങളിലുള്ള ഡാമുകൾക്കൊക്കെ കാലപ്പഴക്കം വന്നിട്ടുണ്ട്, അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തണം. ഈ പഴയ 1960-ലാണ് ഈ കരാർ ഉണ്ടായത്. അപ്പോൾ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് നമ്മുടെ ഇന്ത്യക്കും ഈ വെള്ളത്തിന് ആവശ്യകതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളത്തിൻ്റെ ഏറിയ പങ്കും പാകിസ്ഥാനിലേക്ക് ഒഴുകി പോവുകയാണ്. ഇന്ത്യക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ ഇവിടെയും കൃഷിയുണ്ട്, നമുക്കും വൈദ്യുതിയുടെ ആവശ്യമുണ്ട്, നമ്മുടെയും ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച് ഈ കരാർ ഒന്ന് പുനഃപരിശോധിക്കണം, കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ട് ഇവരിതുവരെ ചെവിക്കൊണ്ടിട്ടില്ല, കേട്ട ഭാവം നടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട്, അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ 4 കത്ത് വന്നതല്ലേ ഉള്ളൂ. നേരത്തെ തന്നെ ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഷഹബാസ് ഷെരീഫ് അവിടുത്തെ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയത് ഇന്ത്യയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ച നടത്തണം, ദയവായി നിങ്ങൾ ചർച്ചയ്ക്ക് വരണം, നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞു തീർക്കാം, നമുക്ക് വ്യാപാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, നമുക്ക് തീവ്രവാദത്തെക്കുറിച്ച് വേണമെങ്കിൽ അതിനും ചർച്ച ചെയ്യാം, കാശ്മീർ വിഷയം ഉണ്ടെങ്കിൽ അതിനും ചർച്ച ചെയ്യാം, എന്തിനും തയ്യാറാണ്, നിങ്ങൾ ദയവായി വരണം എന്ന് ഷഹബാസ് ഷെരീഫ് പ്രസ്താവന നടത്തി. അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് മാത്രമേ നമുക്കറിയാവുള്ളൂ, അല്ലാണ്ട് അത് വേണമെങ്കിൽ ഒരു പ്രൊപ്പഗൻഡയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഷഹബാസ് ഷെരീഫ് ആദ്യം തന്നെ ചാടിക്കയറി സമ്മതിച്ചു, ഇവിടെ എല്ലാം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞ്, അതായത് ഇന്ത്യയിൽ നിന്ന് ഇത്രയും തിരിച്ചടി കിട്ടി എല്ലാം ഏറ്റുവാങ്ങി അവർ തന്നെ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുകയാണ്, ചർച്ചയ്ക്ക് വരണം, ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണിപ്പോൾ ഈ പറയുന്ന വെള്ളം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട് 4 കത്തയച്ചു. ഇതുവരെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു മറുപടി കൊടുത്തിട്ടില്ല. മറുപടി നേരത്തെ തന്നെ കൊടുത്തതാണ്, ചിലപ്പോൾ ഇനി 5ാമത്തെ കത്ത് വരുമായിരിക്കും. പക്ഷേ ഇന്ത്യ കാണിച്ചത് വളരെ എന്താ പറയുക, പാകിസ്ഥാനെ ഈ വരിഞ്ഞു മുറുകുന്ന ഒരു ഇത് തന്നെയാണ് അല്ലേ. ഈ നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ ഏകദേശം തകർത്ത് തരിപ്പണമാക്കിയെങ്കിൽ പോലും അതിനുശേഷമുള്ള പാകിസ്ഥാൻ ഒരുപക്ഷെ ഈ നയതന്ത്ര പ്രഹരത്തിൽ വലിഞ്ഞു മുറുകുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്രഹരം ഇന്ത്യ കൊടുക്കുമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. കാരണം ഇന്ന് വരെ ഉണ്ടായ ഈ പ്രശ്നങ്ങളിലോ ഈ സംഘർഷങ്ങളിലോ ഒന്നും ഇന്ത്യ ഈ ജലവുമായി ബന്ധപ്പെട്ട നയതന്ത്ര പ്രഹരം നൽകിയിട്ടില്ല. പക്ഷേ ഇത്തവണ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പാകിസ്ഥാൻ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കാല് പിടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യയുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തി. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം ഉണ്ടാകും, അത് വേറെ രീതിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പാകിസ്ഥാനെ തന്നെ വലിയ രീതിയിൽ പ്രശ്നത്തിലാക്കും, പ്രതിസന്ധിയിലാക്കും. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചേ മതിയാവും. ഇനി എന്നാണ് ആ കൊടും ഭീകരർ ഇന്ത്യക്ക് കൈമാറുന്നത്, ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം.